അങ്ങനെ നമ്മുടെ അലീനയുടെ വാഷ്റൂമിൽ ചതിയനായിട്ടുള്ള ഹരി ഒളിക്യാമറ വെക്കാണ്. അലീനയോട് ചെയ്യുന്ന കൊടും ക്രൂരത രോഹിത് കൈയോടെ പൊക്കുന്ന ഒരു അടിപൊളി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡാണെന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാരും ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ വൈജ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. വൈജ അലീനുള്ള വീട്ടിലേക്ക് പോകില്ലെന്ന് പറഞ്ഞെങ്കിലും കമലയെല്ലാം കൈ ഒഴിഞ്ഞതോടെ കിടപ്പിലായ വൈജ മറ്റു വഴികളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വൈജ ബാലേന്ദ്രന്റെ കൂടെ കടപ്പാട്ടൂരിലേക്ക് തന്നെ വരാനായിട്ട് തയ്യാറാവാണ്. വൈജയെ കാണുമ്പോ തന്നെ അലീനയ്ക്ക് ഒരുപാട് സന്തോഷാകും. മാഡം ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം മാഡത്തെ. മാഡത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോ, ചീ നിർത്തടി, നീ എന്റെ മുന്നിൽ വന്നു പോകരുത്, നീ ഒരാള് കാരണാടി ഞാൻ ഈ കിടപ്പിൽ കിടക്കുന്നത് എന്നൊക്കെ വൈജ ദേഷ്യത്തോടു കൂടി പറയും. ഇതൊക്കെ കേൾക്കുമ്പോ അലീനയ്ക്ക് ഒരുപാട് സങ്കടാവാണ്. അങ്ങനെ പിന്നീട് ഹരി രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ രോഹിത് ആവട്ടെ ഫോൺ എടുക്കില്ല. കാരണം ഹരിയുടെ ചതിയിൽപ്പെട്ട് ഒരു പീഡന കേസിൽ രോഹിത് ജയിലിലാവുകയും അലീനയാണ് രോഹിത്തിനെ ആ കേസിൽ നിന്ന് രക്ഷിച്ചത്. എന്നാൽ ചതിയനായിട്ടുള്ള ഹരി അന്ന് എല്ലാ തെറ്റുകളും രോഹിത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് നോക്കിയത്. അതിനുശേഷം നമ്മുടെ രോഹിത് ഹരിയുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും ഒഴിവാക്കി അലീനയുടെ ചേച്ചിയെ പോലെ സ്നേഹിക്കുന്നുണ്ട്. പിന്നീട് ഹരി വീണ്ടും വീണ്ടും രോഹിത്തിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോ രോഹിത് ഫോൺ എടുക്കും. നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ദേഷ്യത്തോടു കൂടി രോഹിത് ചോദിക്കുന്നുണ്ട്. എടെ രോഹിത്തെ, ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനെയും കൂട്ടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ വരുന്നോ? നിനക്ക് ഞാനൊരു അവസരം തരാടാ. അന്നേരം രോഹിത് പറയും, ചീ നിർത്തടാ, നീ ഒരാള് കാരണാണ് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയായത്. അലീന ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. ഹോ, നീ ഇപ്പൊ അവളുടെ സൈഡായോ? ഇല്ലടാ, ഞാൻ പഴയതൊന്നും മറക്കില്ല. ആരായിരുന്നു ശരിയെന്നൊക്കെ എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലായി. അലീന ചേച്ചി എന്നോട് ഇവിടെ വന്ന അന്ന് മുതൽ പറഞ്ഞതായിരുന്നു നീയുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് നല്ലതിനല്ല നല്ലതിനല്ല എന്ന്. പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചില്ല. നിന്നെ വിശ്വസിച്ച് കുറെ പെൺകുട്ടികളുടെ ജീവിതം ഞാൻ തകർത്തു. പക്ഷെ ഇനി എന്റെ ആ പണിക്ക് നോക്കണ്ട. നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഹരി. ഇനി നീ എന്നെ വിളിച്ചു പോകരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യത്തോടു കൂടി രോഹിതാടെ ഫോണ് വെക്കും. അന്നേരം പകയോട് കൂടി ഹരി തനിയെ നിന്നോട് പറയുന്നുണ്ട്, നിനക്ക് പോ, എന്നെ വേണ്ട, ആ പിഴച്ചോളം മതി അല്ലേടാ. നിനക്ക് ഞാൻ കാണിച്ചു തരാം, ആദ്യം പണി നിന്റെ അലീന ചേച്ചിക്കാടാ എന്നൊക്കെ പറഞ്ഞ് ഹരി ദേഷ്യത്തോടു കൂടി നിക്കാണ്. പിന്നീട് രോഹിത് അലീനയുടെ അടുത്ത് ചെന്നിട്ട് പറയും, ചേച്ചി എനിക്കൊരു ചായ ഉണ്ടാക്കി തരോ എന്ന് ചോദിക്കുമ്പോ അലീനയ്ക്ക് അവിടെ ഒരുപാട് സന്തോഷാകും. രോഹിത്തിന്റെ ആ ചേച്ചി വിളി കേട്ടിട്ട്, മോനെ ഇരിക്കി, ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞോണ്ട് അലീന കിച്ചണിലേക്ക് പോകുന്നുണ്ട് ചായ ഉണ്ടാക്കാനായിട്ട്. അന്നേരം രോഹിത്തും കൂടെ പോകും. എന്നിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, നീ ചോദിച്ചോടാ മോനെ. അത് പിന്നെ മറ്റൊന്നുമല്ല ചേച്ചി. ചേച്ചി എങ്ങനെ ഇവിടെ ജീവിക്കുന്നു? അച്ഛനും കൃഷ്ണമോളും ഒഴികെ ബാക്കി എല്ലാവരും ചേച്ചിക്ക് എഗൻസ്റ്റ് അല്ലായിരുന്നോ? അവരുടെയൊക്കെ ആട്ടും തുപ്പും കേട്ട് ഈ കുറഞ്ഞ ശമ്പളത്തിൽ ചേച്ചി എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നു എന്നൊക്കെ രോഹിത് ചോദിക്കാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അതിന് വലിയൊരു കാരണമുണ്ട് മോനെ. എനിക്കിപ്പോൾ അത് നിങ്ങളോട് തുറന്നു പറയാനായിട്ട് പറ്റില്ല. ഒരു കാലത്ത് നിങ്ങളൊക്കെ സത്യങ്ങൾ തിരിച്ചറിയും. അതുപോലെ മോന്റെ അമ്മ ഈ സത്യങ്ങൾ അറിഞ്ഞ പിന്നെ മോന്റെ അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങും എന്നൊക്കെ അലീന പറയുമ്പോ രോഹിത് പറയുന്നുണ്ട്, എന്നാ ചേച്ചിക്ക് ആ സത്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തിക്കൂടെ എന്ന് പറയുമ്പോൾ അലീന പറയും, ഇല്ല മോനെ, ഞാനിപ്പോൾ അത് പറഞ്ഞാൽ വേറെ കുറെ പ്രശ്നങ്ങൾ അതിന് പുറകെ വരും. അതുകൊണ്ട് അതിപ്പോ തൽക്കാലം എന്റെ ഉള്ളിൽ തന്നെ നിന്നോട്ടെ. എന്തായാലും ഇപ്പോൾ ഒരു അച്ഛന്റെ സ്നേഹം തന്ന് ബാലേന്ദ്രൻ സാർ എന്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കിപ്പോൾ അത് മതി. നിങ്ങളുടെ അച്ഛൻ നല്ലൊരു വ്യക്തിയാണ്. എന്തായാലും ഇപ്പോൾ ഒരു അച്ഛന്റെ സ്നേഹം തന്ന് ബാലേന്ദ്രൻ സാർ എന്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കിപ്പോൾ അത് മതി. നിങ്ങളുടെ അച്ഛൻ നല്ലൊരു വ്യക്തിയാണ്. ഒരിക്കലും ആ ഒരച്ഛനെ നിങ്ങൾ വേദനിപ്പിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അലീന രോഹിത്തിന് പറഞ്ഞു കൊടുക്കാണ്. അതെ ചേച്ചി, എനിക്കിപ്പോ എന്റെ അച്ഛനെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്റെ അമ്മ അച്ഛനോട് എപ്പോഴും ദേഷ്യപ്പെട്ടിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മയുടെ വാശിയും ദേഷ്യമൊക്കെ കുറച്ചാൽ തന്നെ ഞങ്ങളുടെ കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അവരവിടെ അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഹരി അങ്ങോട്ട് വരുന്നുണ്ട്. ഹരിയെ കാണുമ്പോ അലീനയുടെ മുഖത്ത് ഒരു പുച്ഛഭാവമായിരിക്കും. എന്നിട്ട് രോഹിത് ചോദിക്കും, നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലടാ എന്റെ കൺമുന്നിൽ വന്നു പോകരുതെന്ന് എന്നൊക്കെ പറഞ്ഞ് രോഹിത് ദേഷ്യപ്പെടുമ്പോ ഹരി പറയും, നീ എന്താ രോഹി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്റെ ആന്റിയെ കാണാൻ വന്നതല്ലേ. എവിടെടാ എന്റെ ആന്റി എന്നൊക്കെ പറഞ്ഞ് ഹരി വൈജയുടെ അടുത്തേക്ക് പോകും. ഹരിയുടെ ഒരു വരവിൽ എന്തൊരു ദുരുദ്ദേശം മനസ്സിലാക്കിയത് കൊണ്ട് രോഹിത് ഹരിയെ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈജയെ കണ്ട ശേഷം ഹരി പതിയെ അലീനയുടെ റൂമിലേക്ക് കയറും. അതെല്ലാം രോഹിത് മറിഞ്ഞു നിന്നുകൊണ്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ചതിയനായിട്ടുള്ള ഹരി അലീനയുടെ വാഷ്റൂമിൽ കയറിയിട്ട് അവിടെ ഒരു ഒളിക്യാമറ വെക്കാണ്. എന്നാൽ രോഹിത്തിന് അതങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തോ ഒരു പണി ഹരി അലീനയുടെ ബാത്റൂമിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് രോഹിത്തിന് മനസ്സിലാകും. അങ്ങനെ ഒളിക്യാമറ എല്ലാം വെച്ച ശേഷം ഹരി അവിടുന്ന് പോകുന്നുണ്ട്. ഹരി പോയ പാട് തന്നെ രോഹിത് അലീനയുടെ വാഷ്റൂമിൽ കയറി അടിച്ചു പെറുക്കി നോക്കുമ്പോ ഹരി വെച്ച ഒരു ഒളിക്യാമറ രോഹിത് കണ്ടുപിടിക്കാണ്. എടാ ദുഷ്ട, നീ ഇത്ര നേരം തരം താകുമെന്ന് ഞാൻ കരുതിയില്ലടാ. എന്റെ ചേച്ചിയുടെ വാഷ്റൂമിൽ തന്നെ നിനക്കിത് വെക്കണം അല്ലേടാ? നിനക്ക് ഞാൻ കാണിച്ചു തരാടാ, നീ ഇത് എടുക്കാനായിട്ട് നാളെ ഇങ്ങോട്ട് തന്നെ വരുമല്ലോ എന്നൊക്കെ തനിയെ പറഞ്ഞ് രോഹിത് ആ ഒരു ക്യാമറയും കൊണ്ട് റൂമിലേക്ക് പോകും.
അങ്ങനെ പിന്നീട് അടുത്ത ദിവസം അതിരാവിലെ തന്നെ ഹരി അങ്ങോട്ട് വരും കടപ്പാട്ടൂരിലേക്ക്. ഹരിയെ കണ്ട് ബാലേന്ദ്രൻ ചോദിക്കും, നീ എന്താ ഇവിടെ? അത് പിന്നെ അങ്കിളെ, ഞാനൊന്ന് ആന്റിയെ കാണാൻ വന്നതാ. ഹോ ഹോ, നീ ആന്റിയെ കാണാൻ വന്നതാണോ? ഇന്നലെ അല്ലേ നീ ആന്റിയെ കണ്ടു പോയത് എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോ, അതെന്താ അങ്കിളെ, ഞാനിവിടെ വരുന്നതിൽ അങ്കിളിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഹരി ചോദിക്കുമ്പോ ബാലേന്ദ്രൻ പറയും, ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചാ നീ ഇവിടെ സാധാരണ വരുന്നത് എന്തെങ്കിലും വൃത്തികേടുകൾ കൊണ്ടാണ്. അതുകൊണ്ട് നീ ഇപ്പൊ എന്തിനാ വന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ. അയ്യോ അങ്കിളെ, ഞാനിപ്പോ ആ പഴയ സ്വഭാവം കണ്ട് മാറ്റി. ഞാനിപ്പോ പുതിയ ഹരിയാ. ഞാൻ ഇനി തെറ്റായ വഴിക്കൊന്നും പോകില്ല എന്നൊക്കെ പറയാണ് ഹരി. അന്നേരം ബാലേന്ദ്രൻ പറയും, പോകാതിരുന്നാ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രന്റെ അവിടുന്ന് പോകാണ്. അങ്ങനെ ബാലേന്ദ്രൻ പോയെന്ന് മനസ്സിലാക്കിയ ഹരി അലീനയുടെ റൂമിന്റെ വാതിൽ മെല്ലെ തുറക്കും. എന്നിട്ട് ഹരി റൂമിലേക്ക് കയറി വാതിലെല്ലാം മെല്ലെ അടയ്ക്കാണ്. ഇത് കണ്ടോണ്ട് രോഹിത് ഹരിയുടെ പുറകെ പോകും. അങ്ങനെ ഹരി ആ ഒരു ക്യാമറ അവിടെ മൊത്തം തപ്പുന്നുണ്ട്. ഇതിപ്പോ എവിടെ പോയി? ഞാൻ ഇവിടെ ആയിരുന്നല്ലോ വച്ചത്. ഇനി അവളെങ്ങാനും കണ്ടു കാണുമോ എന്നൊക്കെ തനിയെ പറഞ്ഞ ശേഷം ഹരി അവിടെ മൊത്തം നോക്കുമ്പോ ക്യാമറ കിട്ടില്ല. ഒടുക്കം ബാത്റൂമിൽ നിന്ന് ഹരി വരുമ്പോ രോഹിത് റൂമിന് പുറത്ത് നിൽപ്പുണ്ടാകും. ഹരിയെ കണ്ട് രോഹിത് ചോദിക്കും, നീ എന്താണ് ഈ റൂമിൽ? ഹാ അതോ, അത് ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ കയറിയതാ. അന്നേരം രോഹിത് പറയും, എടാ പട്ടി, നിനക്ക് നാണുണ്ടോടാ? അലീന ചേച്ചിയുടെ വാഷ്റൂമിൽ ക്യാമറ വെക്കാനായിട്ട് നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഹോ, അപ്പൊ നീയാണ് ആ ക്യാമറ അവിടെ നിന്ന് എടുത്തു മാറ്റിയത്? അതേടാ, ഞാൻ തന്നെ. അന്നേരം ഹരി പറയും, ഹോ, നീ എന്ന് മുതലാടാ പുണ്യാളനായത്? നീ നിന്റെ ഈ നല്ല പിള്ള ചമയലൊക്കെ മാറ്റി വെച്ച് നീ ആ ക്യാമറ അങ്ങോട്ട് എടുക്ക്. നമുക്ക് രണ്ടുപേർക്കും അവളുടെ സീൻ കാണടാ എന്നൊക്കെ പറഞ്ഞതും ഹരിയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കാണ് രോഹിത്. എടാ വൃത്തി കെട്ടവനെ, അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാത്തവനെ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്റെ ചേച്ചിയുടെ ബാത്റൂമിൽ ഒളിക്യാമറ വെക്കാനായിട്ട് എന്ന് ദേഷ്യത്തോടു കൂടി രോഹിത് ചോദിക്കുമ്പോ, നിന്നെ ഞാൻ എന്നും പറഞ്ഞോണ്ട് അവര് തമ്മിൽ കയ്യേറ്റം വരെ നടക്കുമ്പോൾ അലീന അങ്ങോട്ട് വരും. എന്താ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഹരി രോഹിത്തിനോട് പറയും, നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ടടാ എന്നെല്ലാം പറഞ്ഞോണ്ട് ഹരി അവിടുന്ന് പോകാണ്. അങ്ങനെ അലീന രോഹിത്തിനോട് ചോദിക്കും, എന്താ മോനെ ഇതൊക്കെ? ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ലെന്നോ? എന്തോ ഉണ്ടല്ലോ. നീ എന്തിനാണ് മോനെ അവനെ തല്ലിയത്? നീ ഇപ്പോ എന്നെ ആത്മാർത്ഥമായിട്ടാണ് ചേച്ചി എന്ന് വിളിക്കുന്നതെങ്കിൽ നീ ഇപ്പൊ എന്നോട് സത്യങ്ങൾ മൊത്തം പറയണം. അന്നേരം രോഹിത് പറയും, അത് പിന്നെ ചേച്ചി, ആ ഹരി ഉണ്ടല്ലോ, അവൻ ചേച്ചിയുടെ ബാത്റൂമിൽ ഒളിക്യാമറ വച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവൻ വെക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ തന്നെ ഞാൻ അതെടുത്ത് മാറ്റി. ഇത് കേട്ടതും അലീന അവിടെ ആകെ ഷോക്കായിട്ട് നിക്കാണ്. അലീനയുടെ പൊട്ടി കരയുന്നുണ്ട്. ചേച്ചി വിഷമിക്കണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അവനുള്ളത് ഞാൻ വച്ചിട്ടുണ്ട്. അവന്റെ ഒരു ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല. ചേച്ചി സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് രോഹിത് അവിടെ അലീനെ സമാധാനിപ്പിച്ചിട്ട് പോവാണ്. അങ്ങനെ പിന്നീട് രോഹിത് നേരെ പോകുന്നത് വൈജയുടെ അടുത്തേക്കാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് രോഹിത് ചോദിക്കുമ്പോ വൈജ പറയും, എനിക്കൊന്നും വേണ്ട മോനെ, അതൊക്കെ അവിടെ നിക്കട്ടെ. തായ എന്താ ബഹളൊക്കെ കേട്ടത്? രോഹിത് കുറച്ചു നേരം അവിടെ ഒന്നും മിണ്ടാ നിൽക്കും. എന്നിട്ട് വൈജ വീണ്ടും ചോദിക്കുമ്പോ രോഹിത് പറയുന്നുണ്ട്, ഹരി അലീനയുടെ ബാത്റൂമിൽ ഒളിക്യാമറ വെച്ച കാര്യം. അങ്ങനെ ഇതൊക്കെ കേട്ട് വൈജ ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കും. എന്നിട്ട് വൈജ ആദ്യം ചോദിക്കുന്നത്, എടാ മോനെ, നിനക്ക് ഇതിൽ വല്ല പങ്കുണ്ടോ? ഏയ് ഇല്ല അമ്മേ, ഞാൻ അവനുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ എന്നെ ഉപേക്ഷിച്ചു. ഹാവു, എനിക്കത് കേട്ടാ മതി. അന്നേരം രോഹിത് പറയുന്നുണ്ട്, അവൻ വെക്കുന്നതൊക്കെ ഞാൻ കണ്ടത് ഭാഗ്യായി. ഞാനത് അപ്പൊ തന്നെ എടുത്തു മാറ്റി. അപ്പൊ വൈജ പറയും, നീ എന്തിനാണ് മോനെ അതൊക്കെ എടുത്തു മാറ്റാൻ പോയത്? അവൻ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, നിനക്ക് ഇതിൽ പങ്കില്ലല്ലോ, എനിക്കത് അറിഞ്ഞാ മതി. അത് കേട്ട് രോഹിത് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു? അമ്മ ഒരു പെണ്ണല്ലേ? അലീന ചേച്ചി എന്ത് തെറ്റാണ് അമ്മയോട് ചെയ്തത്, ചേച്ചിയോട് ഇങ്ങനെ ദേഷ്യം കാണിക്കാനായിട്ട് എന്നൊക്കെ രോഹിത് ചോദിക്കുമ്പോ വൈജ ചോദിക്കും, അവൾ എന്നു മുതലാണ് നിനക്ക് ചേച്ചിയായത്? നിന്റെ അച്ഛനെ മയക്കിയത് പോലെ അവള് നിന്നെയും മയക്കോ എന്നൊക്കെ രോഹിത്തിനോട് ചോദിക്കുമ്പോ എന്നാരും മയക്കിയിട്ടില്ല. കുറച്ച് വൈകിട്ടാണെങ്കിലും ചേച്ചിയെ ഞാൻ മനസ്സിലാക്കി. എനിക്കൊരു ദ്രോഹവും ചെയ്യാത്ത ചേച്ചിയെ ഞാൻ എന്തിനു വെറുക്കണം? അമ്മയുടെ കാര്യമാണെങ്കിൽ പോലും ചേച്ചി ഒരു കുറവും വരുത്താതെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചേച്ചി നോക്കുന്നില്ലേ എന്നൊക്കെ രോഹിത്ത് പറയുമ്പോ വൈജിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നിർത്തടാ, നീ ഈ അലീന പുരാണം പറയാനാണോ നീ ഇപ്പോ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ആ നാശം പിടിച്ചവളെ കുറിച്ച് ഒന്നും കേക്കണ്ട. ഞാൻ ഈ കിടപ്പിൽ നിന്നൊന്ന് എഴുന്നേറ്റോട്ടെ, അത് വരെയുള്ളൂ അവളുടെ അവിടുത്തെ ജീവിതം. അപ്പൊ രോഹിത് ചോദിക്കും, അമ്മ അവളെ എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ വൈജ പറയുന്നുണ്ട്, അവളെ ഞാൻ ഇവിടുന്ന് അടിച്ചു പുറത്താക്കടാ. എന്റെ കുടുംബം തകർക്കാൻ നോക്കി അവളെ ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്നൊക്കെ പറയണ വൈജ. അമ്മ എത്ര കിട്ടിയാലും പഠിക്കില്ല. അമ്മ ഇനിയും അച്ഛനുമായിട്ട് യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഞാൻ അച്ഛന്റെ സൈഡേ നിൽക്കുള്ളൂ. ഹോ, നീയൊക്കെ എന്നെ തള്ളി പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയടാ. പാല് തന്ന കൈക്ക് തന്നെ നിങ്ങളൊക്കെ തിരിച്ചു കൊത്ത് എന്നൊക്കെ പറയുമ്പോ രോഹിത് അവിടെ നിന്ന് പോവാണ്. രോഹിത് ബാലേന്ദ്രന്റെ പക്ഷം കൂടിയത് വൈജിക്ക് അങ്ങ് പിടിച്ചിട്ടില്ല. അങ്ങനെ വൈജാഗ് ടെൻഷനോട് കൂടി ഇരിക്കുമ്പോ അലീന അങ്ങോട്ട് വരുന്നുണ്ട്. അലീനെ കണ്ട് വൈജങ്ങ് തുറിച്ചു നോക്കിയിട്ട് ചോദിക്കും, എടി നീ എന്റെ മകനെയും വശത്താക്കി അല്ലേടി? അയ്യോ മാഡം, ഞാൻ ആരെയും വശത്താക്കിയിട്ടില്ല. ഹോ, മതിയടി നിന്റെ അഭിനയം. നീ എന്റെ മുന്നിൽ വന്നു പോകരുത്. എന്റെ ജീവിതം തകർത്തവളാണ് നീ. അയ്യോ മാഡം, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ മാഡം സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്റെ അമ്മയെ നോക്കുന്ന പോലെയല്ലേ ഞാൻ മാഡത്തിനെ നോക്കിയത്. ഹോ, നിന്റെ പിഴച്ച തള്ളയും എന്നെ വെച്ച് നീ കമ്പയർ ചെയ്യണ്ടടി. ഇറങ്ങിപ്പോടി എന്റെ റൂമിൽ നിന്ന് എന്നൊക്കെ പറയണ വൈജ.
അന്നേരം നിറ കണ്ണുകളോട് കൂടി അലീന അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് രാത്രിയൊക്കെ ആകുമ്പോ ബാലേന്ദ്രൻ വരുന്നുണ്ട്. അന്നേരം ഹാളിൽ രോഹിത് ആയിരിക്കും ഉണ്ടാവുക. രോഹിത്തിനെ കണ്ട് ബാലേന്ദ്രൻ ചോദിക്കും, നിന്റെ ചങ്ക എപ്പോഴാ പോയത് ആ ഹരി? അപ്പോ വലിയ താല്പര്യം ഇല്ലാത്ത പോലെ രോഹിത് പറയുന്നുണ്ട്, അവൻ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്ക് പോയി. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അവൻ ഇവിടെ വരണമെങ്കിൽ എന്തൊരു ദുരുദ്ദേശം ഉണ്ടല്ലോ. അങ്ങനെ വെറുതെ വൈജാന്റിയെ കാണാൻ വരുന്ന ഒരു മഹാനല്ല അവൻ. എന്തായിരുന്നു അവന്റെ ദുരുദ്ദേശം എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോ രോഹിത് ആദ്യം ഒന്ന് പറയാൻ മടിച്ചെങ്കിലും പിന്നീട് തുറന്നു പറയുന്നുണ്ട്, അച്ഛാ അവൻ വന്നത് അലീന ചേച്ചിയുടെ ബാത്റൂമിൽ ഒളിക്യാമറ വെക്കാനായിട്ടാണ്. ഇത് കേട്ടതും ബാലേന്ദ്രൻ ആകെ അന്താളിച്ച് നിൽക്കും. എന്താ ഒളിക്യാമറ വെക്കാനോ? അതെ അച്ഛാ, ഞാൻ അവൻ വെക്കുന്നതും പോകുന്നതൊക്കെ കണ്ടത് ഭാഗ്യായി. അവനത് വെച്ചപ്പോ തന്നെ ഞാനത് അവിടുന്ന് എടുത്തു മാറ്റി. ഇത് കേൾക്കുമ്പോഴാണ് ബാലേന്ദ്രന്റെ ശ്വാസം പോലും വീണത്. എന്നിട്ട് അലീന തറിഞ്ഞോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോ ഇന്ന് നടന്ന സംഭവങ്ങൾ മൊത്തം രോഹിത് ബാലേന്ദ്രനോട് തുറന്നു പറയുന്നുണ്ട്. ഇത് കേട്ടതോടും കൂടി ബാലേന്ദ്രൻ അങ്ങ് ദേഷ്യം വരും. ആ നിമിഷം തന്നെ ബാലേന്ദ്രൻ അരിയെ വിളിക്കുന്നുണ്ടേലും അരി ഫോൺ എടുക്കുന്നില്ല. പിന്നീട് ബാലേന്ദ്രൻ കമലയെ വിളിക്കും. എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, എന്താ ബാലേന്ദ്ര ഇതുവരെ ഇല്ലാത്തൊരു വിളി? അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, എവിടെ നിങ്ങളുടെ വൃത്തികെട്ട ഇളയ പുത്രൻ? അവൻ എവിടെയുണ്ട്? എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് നിങ്ങൾക്ക് അറിയണോ? ആന്റിയെ കാണാനെന്നും പറഞ്ഞ് ഇന്നലെ ഇന്നുമായിട്ട് അവൻ ഇവിടെ വന്നിരുന്നു. ഓ അതാണോ? അതൊരു നല്ല കാര്യമല്ല ബാല. അവൻ അവിടെ വന്ന് വൈജയെ കാണുന്നതിൽ ബാലേന്ദ്രന് എന്താ കുഴപ്പം എന്ന് കമല ചോദിക്കാണ്. അപ്പൊ ബാലേന്ദ്രൻ പറയും, അതിന് അവൻ ഇവിടെ വന്നത് വൈജാന്റിയെ കാണാനല്ല, പെൺപിള്ളേരുടെ കുളിസീൻ പകർത്താനാ. ദേ ബാലേന്ദ്ര, എന്റെ മകനെ കുറിച്ച് അനാവശ്യം പറയരുത്. ചീ നിർത്തടി, നീ ഇനി എങ്ങാനും അവനെ വെളുപ്പിക്കാൻ നോക്കിയാൽ നിന്റെ കരണടിച്ചാൻ പൊട്ടിക്കും. അവൻ ഇവിടെ വന്നത് അലീനയുടെ ബാത്റൂമിൽ ഒളിക്യാമറ വെക്കാനായിട്ടാണ്. ഭാഗ്യത്തിന് രോഹിത് അത് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കമലെ നന്നായിട്ട് ആട്ടി വിടുന്നുണ്ട് ബാലേന്ദ്രൻ. അങ്ങനെ ബാലേന്ദ്രൻ ഫോൺ വെച്ചതും കമല ഹരിയുടെ റൂമിൽ പോയിട്ട് ചോദിക്കും, എടാ നീ എന്തിനാണ് ഇന്ന് അവിടെ പോയത് കടപ്പാട്ടൂരിൽ? അന്നേരം ഹരി പരിങ്ങി കളിക്കും. അപ്പൊ തന്നെ കമലയ്ക്ക് കാര്യം മനസ്സിലായി. ഹരിയുടെ കരണമടിച്ച് പൊട്ടിക്കുന്നുണ്ട്. നീ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോടാ വൃത്തി കെട്ടവനെ എന്നൊക്കെ പറയുമ്പോ ഹരി ഒന്നും പറയാതെ കേട്ടു നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ മരുവും കാര്യങ്ങൾ അറിഞ്ഞ് ഹരിയായിട്ട് അടിച്ചൊരു പരിവാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മഴ തോരും മുംബൈയിൽ വരാനിരിക്കുന്നതെല്ലാം അടിപൊളി എപ്പിസോഡുകളാണ്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.